നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. മഴക്കാലം ആരംഭിച്ചതോടെ മലമ്പുഴ SP ലൈൻ താമസക്കാർ അപകട ഭീഷണിയിൽ. മലമ്പുഴ തിമിർത്ത് പെയ്യുന്ന കാറ്റും മഴയും ആരംഭിച്ചതോടെ മലമ്പുഴ SP ലൈനിലെ കുടുംബങ്ങൾ ഭീതിയിലാണ്. വീടുകൾ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായി. പല വീടുകളും മഴയത്ത് നിലംപൊത്തി. പല വൻമരങ്ങളും ഒടിഞ്ഞു വീഴാനോ കടപുഴകി മറയാനോ സാധ്യതയായി നിൽക്കുന്നു. രാത്രികളിൽ ഭീതിയോടെയാണ് കുഞ്ഞുങ്ങളും വയോധികരും അടക്കമുള്ള കുടുംബങ്ങൾ കഴിയുന്നത്. 4 വർഷമായി കിടപ്പ് രോഗിയായി കഴിയുന്ന സലാഹുദ്ദീനും ഭാര്യയും ഉൾപ്പെടെ ഇവിടെ താമസിക്കുന്നുണ്ട്. 62 കൊല്ലം മുമ്പ് മലമ്പുഴ ഡാം പണിയുമ്പോൾ പണിക്കാർക്ക് താമസിക്കാൻ ജലസേചന വകുപ്പ് നിർമ്മിച്ചു കൊടുത്ത വീടുകളാണ് ഇവ. എന്നാൽ കാലപ്പഴക്കം കൊണ്ട് പല വീടുകളും തകർന്നുകൊണ്ടിരിക്കുകയാണ്. മലമ്പുഴ ജില്ലാ ജയിലിന് പുറകിൽ ഇവർക്ക് പലർക്കും സർക്കാർ വീട് നൽകിയിട്ടുണ്ടെങ്കിലും പല വീടുകളും പണി പൂർത്തിയാവാതെ കിടക്കുന്നത് മൂലം ഇവിടെ നിന്നും താമസം മാറ്റാനാവാത്ത സ്ഥിതിയാണ് ഉള്ളത്. മലമ്പുഴ പഞ്ചായത്ത് അംഗം ഹേമലതയും വില്ലേജ് ഉദ്യോഗസ്ഥരും ചേർന്ന് സ്ഥലം സന്ദർശിച്ച് അപകട സാധ്യതയുള്ള മരങ്ങളുടെ കണക്കെടുത്ത് പോയിട്ടുണ്ട്. ഉടൻ തന്നെ വേണ്ടതായ നടപടിയെടുക്കുമെന്ന് അവർ പറഞ്ഞു. എത്രയും വേഗം നടപടിയെടുത്തില്ലെങ്കിൽ വീടുകൾ നിലംപൊത്തിയോ മരം വീണോ അപകടം ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. മഴ പെയ്ത SP ലൈനിലത്തെ അവസ്ഥ എന്താണ്? ഇതാണ് അവസ്ഥ. മരങ്ങളിൽ വേറൊരു ശല്യമൊന്നുമില്ല, ഈ മരങ്ങളുടെ ശല്യം. അപ്പോൾ മരങ്ങൾ വെട്ടി മാറ്റണം. മരങ്ങൾ മാറ്റണം. ഇന്ന് പഞ്ചായത്ത് മെമ്പർ വന്നിട്ടുണ്ടായിരുന്നല്ലോ, അവരെന്താ പറഞ്ഞേ? അവരെന്താ പറഞ്ഞ കൊമ്പറക്കാന്ന് പറഞ്ഞു. അവര് കൊമ്പറക്കിയാലും മതി, കൊമ്പാണല്ലോ ഒടിഞ്ഞു വീണത്. പേടി, രാത്രി കിടന്നുറങ്ങാൻ ഭയങ്കര പേടി. വോട്ടിന്റെ മുകളിലേക്കാണ് കൊമ്പ് പോയിരിക്കുന്നത്. സാറിന്റെ പേര് താമസിക്കുന്നത്. ഈ വീടുകളൊക്കെ ആള് താമസിക്കുന്നതാ? അത് കൃഷ്ണകുട്ടി. അല്ല, അപ്പൊ ഈ വീടൊന്നും റിപ്പയർ നടത്തുന്നില്ലേ? ഇതെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞു എടുക്കണ്ടല്ലോ. അത് ഇരിക്കുന്നവരെന്നെ റിപ്പയർ ചെയ്യണം, വേറെ ആരും ചെയ്യുന്നില്ല. നാട്ടിലെ വാർത്താ സ്പന്ദനങ്ങൾ ഞങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു.